Hi, welcome to Lash Class. Calicut യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമിസ്റ്റർ ലിറ്റ്മോസ്ഫിയറിലെ ദ തോട്ട് ഫോക്സ് എന്ന പോയമാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ ഈ പോയത്തിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷനും ഇതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. ഐ ഇമാജിൻ ദിസ് മിഡ് നൈറ്റ് മൂമെൻറ്റ്സ് ഫോറസ്റ്റ്. പോയറ്റ് ഒരു ഫോറസ്റ്റ് ഇമാജിൻ ചെയ്യാൻ, ഒരു കാടിനെ കുറിച്ചിട്ടാണ് പോയറ്റ് ചിന്തിക്കുന്നത്. മിഡ് നൈറ്റിലാണ് സംഭവം നടക്കുന്നത്. രാത്രിയുള്ള ഇരുണ്ടൊരു കാടിനെയാണ് പോയറ്റ് ഇവിടെ ഇമാജിൻ ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു മെറ്റഫറാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറുക എന്ന്. അതുപോലെ നമ്മുടെ പോയറ്റ് ഇങ്ങനെ അർദ്ധരാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ച് കാട് കയറിയിട്ടുള്ള ഒരു മാനസികാവസ്ഥയെ കുറിച്ചിട്ടാണ് ഇവിടെ ഫോറസ്റ്റ് എന്നുകൊണ്ട് പറയുന്നത്. പോയറ്റിൻ്റെ മൈൻഡിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തത കിട്ടാത്ത ഇരുട്ട് നിറഞ്ഞിട്ടുള്ളൊരവസ്ഥയാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. സംതിങ് എൽസ് ഈസ് അലൈവ് ബിസൈഡ് ദ ക്ലോക്ക്സ് ലോൺലിനെസ് ആൻഡ് ദിസ് ബ്ലാങ്ക് പേജ് വെയർ മൈ ഫിംഗേഴ്സ് മൂവ്. സംതിങ് എൽസ് ഈസ് അലൈവ്. പക്ഷേ ആ കാട്ടിൽ വേറെ എന്തോ ഒരു കാര്യം കൂടി ഉണ്ട് എന്ന് പോയറ്റിന് തോന്നുകയാണ്. ബിസൈഡ് ദ ക്ലോക്ക്സ് ലോൺലിനെസ്. അവിടെ പോയിട്ട് ഒറ്റയ്ക്കാണുള്ളത്. ഒരു ക്ലോക്ക് ഇങ്ങനെ ടിക്ക് ചെയ്യുന്നുണ്ട്. ആ ക്ലോക്കിൻ്റെ ശബ്ദമില്ലാതെ അവിടെ വേറൊരു ശബ്ദവും ഇല്ല. അതുപോലെ തന്നെ ബ്ലാങ്ക് പേജ് വെയർ മൈ ഫിംഗേഴ്സ് മൂവ്. പോയിട്ട് ഒരു പേജ് ഇങ്ങനെ മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്തോ എഴുതാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ആളുള്ളത്. ഒറ്റയ്ക്ക് ഇങ്ങനെ രാത്രി പോയിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് പോയറ്റിൻ്റെ മനസ്സിങ്ങനെ ഒരു കാട് പോലെ ആയിരിക്കുകയാണ്. ഒരു ധാരണയും കിട്ടുന്നില്ല, വ്യക്തതയില്ല. അപ്പോഴാണ് പോയറ്റിന് തോന്നുന്നത് അവിടെ മറ്റെന്തോ ഒരു കാര്യം കൂടിയുണ്ട്. ത്രൂ ദ വിൻഡോ ഐ സീ നോ സ്റ്റാർ. ജനലിലൂടെ നോക്കുന്ന സമയത്ത് ഇരുട്ടാണ്. ആകാശത്ത് നക്ഷത്രങ്ങളൊന്നും പോയറ്റിന് കാണാനില്ല. അതും ഒരു മെറ്റഫറാണ്. അദ്ദേഹത്തിന് ആശയങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇമാജിൻ ചെയ്യാനൊന്നും കഴിയുന്നില്ല. മനസ്സിൻ്റെ ഒരു ശൂന്യതയാണ് അവിടെ. സ്റ്റാർസ് ഒന്നും ഇല്ലാത്ത ആകാശം എന്നതുകൊണ്ട് പോയറ്റ് ഉദ്ദേശിക്കുന്നത്. സംതിങ് മോർ നിയർ. പക്ഷേ എന്തോ തൊട്ടടുത്ത് തന്നെയുണ്ട്. ദോ ഡീപ്പർ വിത്തിൻ ഡാർക്ക്നെസ്. പക്ഷെ അതെന്താണ് പോയറ്റിന് കാണാൻ കഴിയുന്നില്ല. കാരണം ഇരുട്ടിലാണ് അത് വന്ന് നിൽക്കുന്നത്. ഈസ് എൻറ്ററിങ് ദ ലോൺലിനെസ്. അങ്ങനെ ആ ഇരുട്ടിലൂടെ എന്തോ ഒന്നുകൂടി ആ ഏകാന്തതയിലേക്ക് പോയറ്റിൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് പോയറ്റ് രാത്രി ഇങ്ങനെ ഇരിക്കുകയാണ്, ഒറ്റയ്ക്കാണുള്ളത്. ഈ സമയത്ത് പോയറ്റിൻ്റെ മനസ്സ് ശൂന്യമാണ്, നക്ഷത്രങ്ങളില്ലാത്ത ആകാശം പോലെ. അതുപോലെ തന്നെ ഒരു കാട് പോലെ ഇരുട്ട് പിടിച്ചിട്ടുള്ളൊരവസ്ഥയാണ്. ഒരു വ്യക്തത അദ്ദേഹത്തിനില്ല. ഈ സമയത്ത് അവിടെ മറ്റെന്തോ കടന്നു വരുന്നതായിട്ട് പോയറ്റിന് തോന്നുകയാണ്. കോൾഡ് ഡെലിക്കറ്റ്ലി ആസ് ദ ഡാർക്ക് സ്നോ എ ഫോക്സിസ് നോസ് ടച്ചസ് ട്വിഗ് ലീഫ്. ഇനി പോയിട്ട് നേരത്തെ പറഞ്ഞിരുന്നു അവിടെ വേറെ ആരുടെയോ സാന്നിധ്യം ഉണ്ടെന്ന്. അതാരാന്ന് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ഫോക്സ് ആണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്, ഒരു കുറുക്കൻ. കോൾഡ് ഡെലിക്കറ്റ്ലി ആസ് ദ ഡാർക്ക് സ്നോ. തണുത്ത് ഈ ഇരുട്ടിലെ മഞ്ഞ് പോലെ ലോലമായിട്ട് ആ കുറുക്കൻ അവിടെയുള്ള ഇലകളും അതുപോലെ ചെറിയ ചുള്ളിക്കമ്പുകളൊക്കെ ഇങ്ങനെ മണത്ത് നോക്കുകയാണ്. ടു ഐസ് സെർവ് എ മൂവ്മെൻറ്റ് ദാറ്റ് നൗ ആൻഡ് അഗെയിൻ നൗ ആൻഡ് നൗ ആൻഡ് നൗ. രണ്ട് കണ്ണുകൾ ചലിക്കുന്നുണ്ട്. ഈ കുറുക്കൻ ഇങ്ങനെ സ്മെല്ല് നോക്കുന്നതിന് പുറമെ ചുറ്റും ഇങ്ങനെ വീക്ഷിക്കുകയാണ്. ആൻഡ് നൗ ആൻഡ് അഗെയിൻ നൗ എന്നാണ് പറയുന്നത്. അതിങ്ങനെ ചുറ്റും നോക്കുന്നു, വീണ്ടും വീണ്ടും ഇങ്ങനെ ചുറ്റും നിരീക്ഷിക്കുകയാണ് ഈ കുറുക്കൻ ചെയ്യുന്നത്. ഈ ഫോക്സ് എന്ന് പറയുന്നത് ഈ പോയറ്റിൻ്റെ ഇമാജിനേഷൻ്റെ ഒരു മെറ്റഫറാണ്. ഈ പോയറ്റിന് ആശയമൊന്നും ലഭിക്കാതിരിക്കുന്ന സമയത്ത് ചിന്തകളിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് മണത്തുകൊണ്ട് അദ്ദേഹം ഒരു ആശയം കണ്ടെത്തുന്ന പോലെയാണ് ഈ ഫോക്സ് ഇങ്ങനെ ആ ഇരുട്ടിൽ ഈ ഇലകളും മറ്റും മണത്തുകൊണ്ടും ചുറ്റും നിരീക്ഷിച്ചുകൊണ്ടും ഇങ്ങനെ നടക്കുന്നത്. സെറ്റ്സ് നീറ്റ് പ്രിൻസ് ഇൻ ടു ദ സ്നോ. ഇനി ആ കുറുക്കൻ്റെ കാൽപാദങ്ങൾ, അതിൻ്റെ പാടുകൾ ആ മഞ്ഞിൽ ഇങ്ങനെ പതിയാണ്. ബിറ്റ്വീൻ ട്രീസ്, മരങ്ങൾക്കിടയിൽ. ആൻഡ് വേരിലി എ ലെയിം ഷാഡോ ലാഗ്സ് ബൈ സ്റ്റംപ് ആൻഡ് ഇൻ ഹോളോ ഓഫ് എ ബോഡി ദാറ്റ് ഈസ് ബോൾഡ് ടു കം. ഇനി വേരിലി, വളരെ ജാഗ്രതയോട് കൂടിയിട്ട്. ലെയിം ഷാഡോ, ലെയിം എന്ന് പറയുന്നത് മുടന്തുന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇങ്ങനെ അത്ര ആരോഗ്യമില്ലാത്ത എന്നുള്ള രീതിയിൽ പതിയെയാണ് ഈ കുറുക്കൻ്റെ ഷാഡോ കുറുക്കൻ്റെ പുറകെ വരുന്നത്. സ്റ്റംപ് ആൻഡ് ഇൻ ഹോളോ.
ഹോളോ എന്ന് പറയുന്നത് ശൂന്യം എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹോളോ ഓഫ് എ ബോഡി ദാറ്റ് ഈസ് ബോൾ ടു കം. ഈ കുറുക്കൻ്റെ ശരീരവും കുറുക്കൻ്റെ മൂവ്മെൻറ്റും ശരിക്കും ബോൾഡാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് ഈ ഫോക്സ്. പക്ഷേ അതിൻ്റെ നിഴലിങ്ങനെ ഒരു ലെയിമായിട്ട് മുടന്തുന്ന പോലെ പതിയെയാണ് അതിൻ്റെ നിഴലിങ്ങനെ പുറകെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള പ്രസൻസ് പോയിട്ട് വെളിപ്പെടുത്തി കഴിഞ്ഞു. ഒരു ഫോക്സ് ആണ് വന്നിരിക്കുന്നത്. ആ ഫോക്സ് ഇങ്ങനെ ചുറ്റും മണം പിടിക്കുകയും ചുറ്റും ഇങ്ങനെ കണ്ണോടിച്ചുകൊണ്ട് നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫോക്സ് നമ്മൾ പറഞ്ഞു പോയറ്റിൻ്റെ ഇമാജിനേഷൻ്റെ മെറ്റഫറാണ്. പോയറ്റിന് ആശയമൊന്നും ലഭിക്കാതെ വരുന്ന അവസരത്തിൽ എങ്ങനെയാണ് ഈ ഒരു തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് പോയറ്റിനൊരു ആശയം ലഭിക്കുന്നത്, അതുപോലെയാണ് ഫോക്സ് അവിടെ കടന്നു വരുന്നത്. Across clearings an eye, a widening deepening greenness. ഇനി ഇരുണ്ട് കിടക്കുന്ന വിശാലമായിട്ടുള്ള ഈ കാട് ക്ലിയറായിട്ട് വ്യക്തമായിട്ട് അവിടെ തെളിഞ്ഞു വരികയാണ് ഈ കുറുക്കൻ്റെ കണ്ണുകളിൽ. എ വൈഡനിങ് ഡീപ്പനിങ് ഗ്രീൻനെസ്, ഒരു വൈഡായ ഡീപ്പായ ഒരു പച്ചപ്പ് അതിൻ്റെ കണ്ണുകളിൽ തെളിയുകയാണ്. ബ്രില്യൻ്റ്ലി കോൺസെൻട്രേറ്റഡ്ലി കമ്മിങ് അബൌട്ട് ഇറ്റ്സ് ഓൺ ബിസിനസ്. അങ്ങനെ ആ കുറുക്കൻ വളരെ ബ്രില്യൻ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഓൺ ബിസിനസ്, സ്വന്തം കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതായത് ഫോക്കസ് ചെയ്തുകൊണ്ട് അത് കണ്ടെത്തിയൊരു കാഴ്ചയുണ്ട്, ആ കാഴ്ചയെ ലക്ഷ്യമാക്കിയിട്ട് കുറുക്കൻ പോവുകയാണെന്നാണ് പോയിട്ട് പറയുന്നത്. ടിൽ വിത്ത് എ സഡൻ ഷാർപ്പ് ഹോട്ട് സ്റ്റിങ് ഓഫ് ഫോക്സ് ഇറ്റ് എൻറ്റേഴ്സ് ദ ഡാർക്ക് ഹോൾ ഓഫ് ദ ഹെഡ്. ഇനിയാണ് പോയറ്റിൻ്റെ ഇമാജിനേഷനിൽ ഉണ്ടായിരുന്ന ആ ഫോക്സ് ശരിക്കും പോയറ്റിൻ്റെ തലയിലേക്ക് വരുന്നത്. അതായത് ആ കുറുക്കൻ്റെ ഗന്ധത്തോട് കൂടിയിട്ട്, സ്റ്റിങ് എന്ന് പറഞ്ഞ ഗന്ധം, ആ ഗന്ധത്തോടൊക്കെ കൂടിയിട്ട് കുറുക്കൻ അദ്ദേഹത്തിൻ്റെ ആ ഡാർക്ക് ഹോള്, ആ ഇരുണ്ട ഹോള് അദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്തേക്ക് പ്രവേശിക്കുക എന്നാണ് ഈ പോയറ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫോക്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ്റെ ഒരു സിമ്പലായിരുന്നു. അപ്പോൾ ഒരു ആശയം എന്താണ് എഴുതുക എന്നറിയാതെ ഇങ്ങനെ ഒരു ബ്ലാങ്ക് പേപ്പറിൻ്റെ മുന്നിലിരുന്ന ആൾക്ക് ഒരു ആശയം ആളുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദ വിൻഡോ ഈസ് സ്റ്റാർലെസ് സ്റ്റിൽ, ദ ക്ലോക്ക് ടിക്സ്, ദ പേജ് ഈസ് പ്രിൻറ്റഡ്. ആ വിൻഡോയിൽ ഇപ്പോഴും സ്റ്റാർലെസ് ആണ്, അവിടെ നക്ഷത്രങ്ങളൊന്നുമില്ല. അതുപോലെ ക്ലോക്ക് ടിക്സ്, ആ ക്ലോക്ക് ഇങ്ങനെ ടിക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏകാന്തതയെ സൂചിപ്പിക്കുന്നതായിരുന്നു ക്ലോക്കിൻ്റെ ശബ്ദം മാത്രം അവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും അദ്ദേഹം ഏകാന്തതയിലേക്കും അതുപോലെ ശൂന്യതയിലേക്കും മടങ്ങി വന്നിരിക്കുകയാണ്. ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ദ പേജ് ഈസ് പ്രിൻറ്റഡ്. അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്ന ആ ഒരു ബ്ലാങ്ക് പേജ് ഇപ്പോൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, അഥവാ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു കവിത എഴുതി തീർത്തിരിക്കുന്നു. സോ ഈ പോയത്തിനകത്ത് പറയുന്നത് കവിത എഴുതുക എന്നുള്ള ഒരു അനുഭവത്തെക്കുറിച്ചും ഒരു ആശയം കടന്നു വരുന്നതിനെ കുറിച്ചിട്ടുമാണ്. ഇവിടെ ഒരു കുറുക്കൻ്റെ സിമ്പലാണ്, മെറ്റഫറാണ് പോയറ്റ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു ആശയം കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് ചിത്രീകരിക്കുന്നത്, കാണിച്ചിരിക്കുന്നത്. ഇതിൽ ആ ഒരു കുറുക്കൻ ഇങ്ങനെ ചുറ്റും മണം പിടിച്ചുകൊണ്ട് ചുറ്റും ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിരീക്ഷിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു ആശയം കടന്നു വരുന്നതെന്നാണ് പോയറ്റ് പറയുന്നത്. ഇനി ഇതിൽ നോട്ട്സാണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഡസ് ദ പോയറ്റ് എക്സ്പ്രസ് ഹിസ് ലോൺലിനെസ്? എങ്ങനെയാണ് പോയറ്റ് തൻ്റെ ഏകാന്തത പ്രകടിപ്പിക്കുന്നത്? ദ പോയറ്റ് എക്സ്പ്രസ്സസ് ഹിസ് ലോൺലിനെസ് ത്രൂ ദ മെറ്റഫർ ഓഫ് എ സ്റ്റാർലെസ് നൈറ്റ് സ്കൈ. ഒരു മെറ്റഫറാണ് ഉപയോഗിക്കുന്നത്, സ്റ്റാർലെസ് നൈറ്റ് സ്കൈ, ശൂന്യമായിട്ടുള്ള ആകാശം, നക്ഷത്രങ്ങളൊന്നുമില്ലാത്തൊരു ആകാശം. ആൻഡ് ദ ഫിസിക്കൽ ഐസൊലേഷൻ ഓഫ് സിറ്റിംഗ് അലോൺ ഇൻ ഹിസ് സ്റ്റഡി. കൂടാതെ ഒറ്റയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ മുറിക്കകത്തിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. പിന്നെ ക്ലോക്ക് ടിക്ക് ചെയ്യുന്നൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് പോയറ്റ് തൻ്റെ ഏകാന്തത പ്രകടിപ്പിക്കുന്നത്. കമൻറ്റ് ഓൺ ദി ഇമേജസ് ദ സ്പീക്കർ യൂസസ് ടു എക്സ്പ്രസ് ദ ടൈം വെൻ ഹീ ഈസ് എലോൺ ആൻഡ് ഇറ്റ് ഈസ് മിഡ് നൈറ്റ്. ഈ സ്പീക്കർ രാത്രി ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ആ സമയത്തെ സൂചിപ്പിക്കാൻ എന്തൊക്കെ ഇമേജസാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. The speaker uses the image of a blank page resembling a starless night sky. സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ബ്ലാങ്ക് പേജ് പോലെ നക്ഷത്രങ്ങളൊന്നുമില്ലാത്തൊരു ആകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നക്ഷത്രങ്ങളില്ല എന്ന് പറയുന്നത് രാത്രിയാണ്. പിന്നെ കപ്പിൾഡ് വിത്ത് ദ ടിക്കിംഗ് ക്ലോക്ക് ഇൻ ഹിസ് സ്റ്റഡി. ക്ലോക്ക് ടിക്ക് ചെയ്യുന്ന സൗണ്ടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാം
പകൽ സമയത്തൊന്നും നമുക്ക് ക്ലോക്കിൻ്റെ ടിക്കിങ്ങിൻ്റെ സൗണ്ട് കേൾക്കില്ല. രാത്രി നിശബ്ദതയിലാണ് അത് കേൾക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെയും അദ്ദേഹം ആ സമയത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ടു കൺവേ ദ സൈലൻസ് ആൻഡ് സോളിറ്റ്യൂഡ് ഓഫ് മിഡ് നൈറ്റ്. ഈ അർദ്ധരാത്രിയുടെ ഒരു ഏകാന്തതയും നിശബ്ദതയും സൂചിപ്പിക്കാൻ ഇത്തരം ഇമേജുകളാണ് സ്പീക്കർ യൂസ് ചെയ്തിട്ടുള്ളത്. ഡു യു തിങ്ക് ദാറ്റ് ദ ഫോറസ്റ്റ് ഹിയർ റെഫേഴ്സ് ടു ദ പോയറ്റ്സ് മൈൻഡ്? വൈ? പോയറ്റ് ഒരു ഫോറസ്റ്റിനെ ഇമാജിൻ ചെയ്യുന്നതിന് പറയുന്നുണ്ട്. അത് പോയറ്റിൻ്റെ മനസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. യെസ്, ദ ഫോറസ്റ്റ് ഈസ് മെറ്റഫോറിക്കൽ. അതെ, ഈ ഫോറസ്റ്റ് ഒരു മെറ്റഫറാണ്, ഒരു പ്രതീകാത്മകമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലൈക്ലി റെപ്രസെൻറ്റിംഗ് ദ പോയിറ്റ്സ് ഇമാജിനേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് റീൽം. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഇമാജിനേഷനും അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് ആ ഫോറസ്റ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. വെർ ദ തോട്ട് ഫോക്സ് സിംബലൈസിങ് ഇൻസ്പിരേഷൻ എമേർജസ്. അവിടേക്കാണ് ഈ തോട്ട് ഫോക്സ് ഇൻസ്പിരേഷൻ്റെ സിംബലായിക്കൊണ്ട് കടന്നു വരുന്നത്. ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഫോക്സ് ആസ് മെൻഷൻഡ് ബൈ ദ സ്പീക്കർ. ഈ സ്പീക്കർ ഈ ഫോക്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദ്യം. ദ സ്പീക്കർ ഡിസ്ക്രൈബ് ദ ഫോക്സസ് മൂവ്മെൻറ്റ്സ് ആസ് കോൾഡ്, ഡെലിക്കേറ്റ് ആൻഡ് കെയർഫുൾ. ഈ ഫോക്സിൻ്റെ മൂവ്മെൻറ്റ് ഒരു തണുത്ത, ലോലമായിട്ടുള്ള, കെയർഫുൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണെന്നാണ് പോയിട്ട് പറയുന്നത്. എംഫസൈസിങ് ഇറ്റ്സ് എലഗൻറ്റ് ഇൻറ്ററാക്ഷൻ വിത്ത് ദി എൻവയോൺമെൻറ്റ്. അതിൻ്റെ ചുറ്റുപാടിനോടും എലഗൻ്റായിട്ട്, വളരെ ഗംഭീരമായിട്ടാണ് അത് ഇടപെടുന്നത് എന്നാണ് പോയിട്ട് പറഞ്ഞിട്ടുള്ളത്. പർട്ടിക്കുലർലി ടച്ചിങ് ട്വിഗ്സ് ആൻഡ് ലീവ്സ് വിത്ത് ഇറ്റ്സ് നോസ്. കൂടാതെ ഈ ഇലകളെയും ചുള്ളിക്കമ്പുകളെയും എല്ലാം അതിൻ്റെ നോസ് ഉപയോഗിച്ചുകൊണ്ട് ടച്ച് ചെയ്തുകൊണ്ട് അത് സ്മെല്ല് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും പോയിട്ട് പറയുന്നുണ്ട്. ഹൗ ഡസ് ദ ഫോക്സ് ഇംപ്ലൈ ദ ക്രിയേറ്റീവ് റെസ്പോൺസ് ഓഫ് ദ സ്പീക്കർ? ഇനി എങ്ങനെയാണ് ഈ ഫോക്സ് പോയറ്റിൻ്റെ ക്രിയേറ്റീവ് റെസ്പോൺസിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ദ ഫോക്സ് സെർവ്സ് ആസ് എ മെറ്റഫർ ഫോർ ദ ക്രിയേറ്റീവ് ഐഡിയ അപ്രോച്ചിങ് ദ സ്പീക്കർ. ഫോക്സ് ഒരു മെറ്റഫറാണ്, ഒരു പ്രതീകമാണ്. പോയറ്റിൻ്റെ അടുത്ത് വരുന്ന ക്രിയേറ്റീവ് ഐഡിയ, ഒരു ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നതിൻ്റെ പ്രതീകമാണ് ഇവിടെ ഫോക്സ്. മാർക്കിംഗ് ദ മൊമെൻ്റ് ഓഫ് ഇൻസ്പിരേഷൻ ദാറ്റ് ദ പോയറ്റ് ട്രാൻസ്ലേറ്റ്സ് ഇൻ ടു വേർഡ്സ് ഓൺ ദ ബ്ലാങ്ക് പേജ്. പോയറ്റ് തൻ്റെ മുന്നിലിരിക്കുന്ന ബ്ലാങ്ക് പേജിലേക്ക് വരികൾ എഴുതാൻ വേണ്ടി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഇൻസ്പിരേഷനായിട്ടാണ് ഇവിടെ ഫോക്സിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. റിഫ്ലക്റ്റിംഗ് ഹിസ് ക്രിയേറ്റീവ് റെസ്പോൺസ്. അങ്ങനെയാണ് ഈ ഫോക്സ് പോയറ്റിൻ്റെ ക്രിയേറ്റീവ് റെസ്പോൺസിൻ്റെ പ്രതീകമായിട്ട് വരുന്നത്. ഇനി പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ് നമ്മളതിൽ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള പാരഗ്രാഫ് എസ് എ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ PDF അവൈലബിൾ ആണ്. എൻ്റെ കോൺടാക്റ്റ് ഞാൻ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കത് സെൻഡ് ചെയ്ത് തരാൻ പറ്റും. ഒന്നാമത്തെ ചോദ്യം പറയുന്നത്, സ്റ്റാർലെസ് നൈറ്റ് ആസ് എ സിമ്പിൾ ഓഫ് എ ബ്ലാങ്ക് ഓർ എംപ്റ്റി മൈൻഡ്. പോയിട്ട് ഒരു സ്റ്റാർലെസ് നൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, നക്ഷത്രങ്ങളില്ലാത്ത ആകാശത്തെ കുറിച്ചിട്ട്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സിമ്പലാണെന്നുള്ളതാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. സിംബലൈസസ് എ മെൻ്റൽ ലാൻഡ്സ്കേപ്പ് ഡിവോയ്ഡ് ഓഫ് ഇൻസ്പിരേഷൻ. നക്ഷത്രങ്ങളില്ലാത്ത ആകാശം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഇൻസ്പിരേഷൻ ഇല്ലാത്ത ഒരു മനസ്സിൻ്റെ പ്രതീകമാണ്. റിഫ്ലക്ട്സ് ദി ആബ്സെൻസ് ഓഫ് ക്രിയേറ്റീവ് തോട്ട്സ് ഓർ ഐഡിയാസ്. അദ്ദേഹത്തിന് ക്രിയേറ്റീവായിട്ടുള്ള, ക്രിയാത്മകമായിട്ടുള്ള ചിന്തകളില്ലാത്തതും അതുപോലെ തന്നെ ആശയങ്ങളില്ലാത്തതുമാണ് ഈ നക്ഷത്രങ്ങളില്ലാത്ത ആകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംപ്ലൈസ് എ സെൻസ് ഓഫ് എംപ്റ്റിനെസ് വെയിറ്റിംഗ് ടു ബി ഫിൽഡ്. പിന്നെ അതൊരു ശൂന്യതയാണ്, അവിടേക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും കൊണ്ടുവന്ന് ആ ശൂന്യത നിറയ്ക്കേണ്ടതുണ്ട് എന്നുള്ളൊരു സൂചന കൂടി ആ ഒരു സിമ്പലിലൂടെ നൽകുന്നുണ്ട്. സെറ്റ്സ് ദ ടോൺ ഫോർ ദ സ്പീക്കേഴ്സ് yearning ഫോർ ക്രിയേറ്റീവ് ഇൻസ്പിരേഷൻ. ഈ പോയത്തിൻ്റെ ഒരു ടോൺ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഇൻസ്പിരേഷന് വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുകയാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് ശൂന്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങി വയ്ക്കുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ദ തോട്ട് ഫോക്സ്. ഇനി ഈ പോയത്തിൻ്റെ ടൈറ്റിലിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഫങ്ഷൻസ് ആസ് എ മെറ്റഫർ ഫോർ ദ ബർത്ത് ഓഫ് ക്രിയേറ്റീവ് തോട്ട്. നമുക്കറിയാം ഫോക്സ് എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്. അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് തോട്ടിൻ്റെ ഒരു ആശയം മനസ്സിൽ ജനിക്കുന്നതിൻ്റെ മെറ്റഫറായിട്ടാണ് ഫോക്സ് വരുന്നത്. ആ രീതിയിൽ ഈ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയും. കണക്ട്സ് ദ പോയറ്റിക് പ്രോസസ് വിത്ത് ദ ഡെലിബറേറ്റ് മൂവ്മെൻറ്റ്സ് ഓഫ് എ ഫോക്സ്. പിന്നീട് ഒരു കണക്ഷനാണ് വരുന്നത്. ഈ ഫോക്സിൻ്റെ മൂവ്മെൻറ്റ്സും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള മൂവ്മെൻറ്റ്സും ഒരുപോലെയാണെന്നാണ് അവിടെ പറയുന്നത്.
ഈ ഫോക്സ് ഇങ്ങനെ ചുറ്റും മണം എടുത്തുകൊണ്ടും അതുപോലെ തന്നെ ചുറ്റും ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടും നടക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ ആശയങ്ങൾക്കും ചിന്തകൾക്കും വേണ്ടി ഇങ്ങനെ പരിശോധിച്ച് നടക്കുന്നത് എന്നുള്ളൊരു സൂചനയാണ് അവിടെ നൽകുന്നത്. ഇല്ലുസ്ട്രേറ്റ്സ് ദി അൺഫോൾഡിങ് ഓഫ് ഐഡിയാസ് അക്കിൻ ടു ദ ഫോക്സസ് എക്സ്പ്ലോറേഷൻ. ഇനി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വരുന്നത് ഈ ഫോക്സിൻ്റെ എക്സ്പ്ലോറേഷൻ പോലെയാണ്. ഫോക്സ് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കി നടന്നുകൊണ്ട് ഒരു വിശാലതയിലേക്ക്, പച്ചപ്പിലേക്ക് അതിൻ്റെ കാഴ്ച എത്തുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെയാണ് പോയറ്റിൻ്റെ മനസ്സിലും ആശയം വരുന്നത്. ഇവോക്സ് ദി ഐഡിയ ഓഫ് എ കോൺഷ്യസ് ഡെലിബറേറ്റ് ക്രിയേറ്റീവ് എൻഡവർ. അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്പിറേഷൻ ആശയം ലഭിക്കുന്നത് ഒരു കോൺഷ്യസ്, ബോധപൂർവമുള്ള ഡെലിബറേറ്റ്, ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഈ ഫോക്സ് ചെയ്യുന്നത് പോലെ ചുറ്റും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് നടക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം ഈ ആശയത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നടക്കുന്നത്. അതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് ഈ പോയത്തിൻ്റെ ടൈറ്റിൽ നമുക്ക് അതിന് യോജിക്കുന്നതാണെന്ന് പറയാൻ പറ്റുന്നത്. സീക്വൻസ് ഓഫ് ഫോക്സ് ഇമേജറി. ഇനി ഈ ഫോക്സിനെ സൂചിപ്പിച്ചിട്ടുള്ള ഇമേജറി ഈ പോയത്തിനകത്ത് വരുന്നതാണ്. ബിഗിൻസ് വിത്ത് എ ഡിസ്റ്റൻറ്റ് അപ്രോച്ച് ഇൻ ദ ഡാർക്ക്നെസ് ക്രിയേറ്റിംഗ് എൻ എയർ ഓഫ് മിസ്റ്ററി. തുടക്കത്തിൽ ഒരു മിസ്റ്ററി ആയിട്ടാണ്, നിഗൂഢതയായിട്ടാണ്, എന്താണ് അവിടെ ഉള്ളതെന്ന് പോയിട്ടിന് അറിയില്ല, അവിടെ എന്തോ ഉണ്ട് എന്നാണ് ആദ്യം പറയുന്നത്. ഈ ഇരുട്ടിൽ നിന്നാണത് കടന്നു വരുന്നത്. പ്രോഗ്രസസ് ടു ദ ഫോക്സ് ഡെലിക്കേറ്റ്ലി എക്സ്പ്ലോറിങ് ടച്ചിങ് ട്വിഗ്സ് ആൻഡ് ലീവ്സ്. പിന്നീട് ആ ഫോക്സ് ഇങ്ങനെ ഇലകളും ഈ കമ്പുകളെല്ലാം ഇങ്ങനെ മണത്തുകൊണ്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന ചിത്രമാണ് പിന്നീട് നമുക്ക് കാണിച്ചു തരുന്നത്. ക്യാപ്ചേഴ്സ് ദ ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അതിലൂടെ ഈ ഫോക്സ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തും ക്രിയേറ്റിവിറ്റി പതിയെ പതിയെ രൂപമെടുക്കുന്നതെന്നാണ് പോയിട്ട് പറയുന്നത്. വെറേഴ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അൺവെയിലിംഗ് ഓഫ് ദ പോയിറ്റ്സ് ഇമാജിനേറ്റീവ് പ്രോസസ്സ്. ഈ ഫോക്സ് ചെയ്യുന്ന പോലെ ആദ്യം ഇങ്ങനെ മണെടുത്തുകൊണ്ട് നടന്ന് ചുറ്റും നോക്കി, അങ്ങനെയാണ് ഫോക്സ് അതിൻ്റെ വിഷനിലേക്ക് എത്തുന്നത്. അതുപോലെയാണ് പോയറ്റിൻ്റെ മനസ്സിലും ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവുന്നതെന്നാണ് ആ ഇമേജറി കൊണ്ട് പോയറ്റ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കണക്ഷൻ ബിറ്റ്വീൻ ക്രിയേറ്റീവ് റൈറ്റിംഗ് ആൻഡ് ഫോക്സ്. ഇനി പോയറ്റിൻ്റെ റൈറ്റിങ്ങും ഫോക്സും തമ്മിലുള്ള കണക്ഷനാണ് പറയുന്നത്. ഡ്രോസ് പാരലൽസ് ബിറ്റ്വീൻ ദ ഫോക്സസ് കോഷ്യസ് എക്സ്പ്ലോറേഷൻ ആൻഡ് ദ പോയറ്റ്സ് ഡെലിബറേറ്റ് റൈറ്റിംഗ്. ഈ ഫോക്സിൻ്റെ എക്സ്പ്ലോറേഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ സ്മെല്ലെടുത്തുകൊണ്ടും ചുറ്റും ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടും, അതുപോലെ തന്നെയാണ് പോയറ്റിൻ്റെ എഴുത്തും എന്നാണ് പറയുന്നത്. എംഫസൈസസ് ദ മെറ്റിക്കുലസ് നേച്ചർ ഓഫ് ബോത്ത് ദ ഫോക്സസ് മൂവ്മെൻറ്റ്സ് ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. ഈ ഫോക്സിൻ്റെ മൂവ്മെൻറ്റ്സ് അത് മെറ്റിക്കുലസ് ആണ്, സൂക്ഷ്മമായിട്ടുള്ളതാണ്. അതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് എക്സ്പ്രഷനും എന്നാണ് പോയറ്റ് പറയുന്നത്. ഹൈലൈറ്റ്സ് ഇൻറ്റൻഷണൽ ആൻഡ് ഗ്രാജുവൽ അൺഫോൾഡിങ് ഓഫ് ഐഡിയാസ്. ഇൻറ്റൻഷണൽ, ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഫോക്സ് ഇങ്ങനെ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് പോയറ്റും നടക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ആശയം തേടിക്കൊണ്ടാണ് പോയിട്ട് ഇരിക്കുന്നത്. അത് വളരെ ഗ്രാജുവലായിട്ട് പതുക്കെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ തുറന്നു വരുന്നത്. ഈ ഫോക്സിൻ്റെ മുമ്പിൽ ഒരു വിഷൻ തുറന്നു വരുന്നത് പോലെ എന്നാണ് ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ. സജസ്റ്റ് എ സിനർജി ബിറ്റ്വീൻ ദ ഡെലിബറേറ്റ് ആക്ഷൻസ് ഓഫ് ദ ഫോക്സ് ആൻഡ് ദ പോയിറ്റ്സ് ക്രാഫ്റ്റിംഗ് ഓഫ് വേർഡ്സ്. ഈ ഫോക്സ് അതിൻ്റെ വിഷൻ അന്വേഷിച്ചുകൊണ്ട് ചുറ്റും ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് പോലെയാണ് പോയറ്റും തൻ്റെ മനസ്സിനകത്ത് ഒരു ആശയം അന്വേഷിക്കുന്നത് എന്നാണ് ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷനായിട്ട് വരുന്നത്. ഇറ്റ് എൻറ്റേഴ്സ് ദ ഡാർക്ക് ഹോൾ ഓഫ് ദ ഹെഡ്. അവസാന സ്റ്റാൻസയിലുള്ള വരിയാണ്. ഈ വരിയുടെ അർത്ഥമാണ് ഇനി ചോദിക്കുന്നത്. ഇംപ്ലൈസ് എ മേർജിങ് ഓഫ് ദ ഫോക്സ് വിത്ത് ദ പോയിറ്റ്സ് മൈൻഡ്. ഈ ഫോക്സ് നമുക്കറിയാം ഒരു ക്രിയേറ്റീവ് ഇൻസ്പിറേഷൻ്റെ പ്രതീകമാണ്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചേരുന്നതാണ് ഇറ്റ് എൻറ്റേഴ്സ് ഡാർക്ക് ഹോൾ ഓഫ് ദ ഹെഡ് എന്നുള്ള വരിയിൽ അർത്ഥമാക്കുന്നത്. മാർക്സ് എ ട്രാൻസ്ഫോർമേറ്റീവ് മൂവ്മെൻറ്റ് വെർ ദി ഐഡിയ ടേക്സ് റൂട്ട് ഇൻ ദ പോയിറ്റ്സ് കോൺഷ്യസ്നെസ്. ഈ പോയിറ്റിൻ്റെ മനസ്സിൽ ഒരു ആശയം ജനിച്ചു എന്നുള്ളതാണ് ഈ ഫോക്സ് അദ്ദേഹത്തിൻ്റെ ഹെഡിലേക്ക് എൻ്റർ ചെയ്തു എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. സജസ്റ്റ് എ കൊളീഷൻ ഓഫ് ദി എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ റീൽംസ്. ഇനി ഫോക്സ് എന്ന് പറയുന്നത് പുറത്ത് ഉള്ള ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതാണ് ഈ ഐഡിയ എന്ന് പറയുന്നത്. അത് രണ്ടും തമ്മിലുള്ളൊരു കൂടിച്ചേരൽ കൂടിയാണ് ഈ വരിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇൻഡിക്കേറ്റ്സ് ദ പ്രൊഫൗണ്ട് ഇമ്പാക്റ്റ് ഓഫ് ക്രിയേറ്റീവ് ഇൻസ്പിറേഷൻ ഓൺ ദ പോയിറ്റ്സ് തോട്ട് പ്രോസസ്സ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ഈ ഒരു ആശയം ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് കൂടിയാണ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ഹെഡിലെ ഡാർക്ക് ഹോളിലേക്ക് അത് കടന്നു എന്നുള്ളത് കൊണ്ട് പോയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, തോട്ട് ഫോക്സ് ആസ് എ പോയം അബൌട്ട് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റീവ് റൈറ്റിംഗ്.
ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു പോയം എന്നുള്ള നിലയിൽ ഇതിനെ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഫോക്സ് സെർവ്സ് ആസ് എ മെറ്റഫർ ഫോർ ക്രിയേറ്റീവ് ഇൻസ്പിറേഷൻ. നമ്മൾ പലതവണ പറഞ്ഞതാണ്, ഫോക്സ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ഇൻസ്പിറേഷൻ്റെ ഒരു മെറ്റഫറാണ്. ദ പോയം ട്രേസസ് ദ ഗ്രാജുവൽ എമർജൻസ് ഓഫ് ഐഡിയാസ് മിററിംഗ് ദ ക്രിയേറ്റീവ് പ്രോസസ്സ്. അതുപോലെ ഗ്രാജുവൽ എമർജൻസ്, വളരെ പതിയെ ഒരു ആശയം മനസ്സിൽ രൂപമെടുക്കുന്നതാണ് ഈ പോയത്തിനകത്ത് ചിത്രീകരിക്കുന്നത്. ഇമേജസ് ഓഫ് ദ ഫോക്സസ് എക്സ്പ്ലോറേഷൻ പാരലൽ ദ പോയറ്റ്സ് മെറ്റിക്കുലസ് ക്രാഫ്റ്റിംഗ് ഓഫ് വേർഡ്സ്. ഈ ഫോക്സിൻ്റെ എക്സ്പ്ലോറേഷൻ ഇതിങ്ങനെ ഈ ഇലകളും കമ്പുകളും മണത്തുകൊണ്ടും അതുപോലെ ചുറ്റും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടും നടക്കുന്നത് പോലെയാണ് അദ്ദേഹം മനസ്സിനകത്ത് ആശയങ്ങൾക്ക് വേണ്ടി തിരയുന്നത് എന്നാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ദ ബ്ലാങ്ക് പേജ് സിംബലൈസസ് ദ പോയറ്റ്സ് മൈൻഡ് അവൈറ്റിംഗ് ഇൻസ്പിറേഷൻ. അതുപോലെ ബ്ലാങ്ക് പേജ്, അതുപോലെ സ്റ്റാർലെസ് നൈറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശൂന്യമായിട്ടുള്ള മനസ്സിനെയാണ് അതവിടെ സിംബലൈസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാപ്ചേഴ്സ് ദ ട്രാൻസ്ഫോർമേറ്റീവ് ജേർണി ഫ്രം എംപ്റ്റിനെസ് ടു ദ ടാഞ്ചിബിൾ ക്രിയേഷൻ ഓഫ് പോയട്രി. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കവിതയുടെ തുടക്കത്തിൽ പോയറ്റിൻ്റെ മനസ്സ് ശൂന്യമായിട്ട് എംപ്റ്റി ആയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് ഈ പോയട്രി ക്രിയേഷനിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് നമുക്ക് ഈ പോയത്തിനെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ പോയം ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ കുറിച്ചിട്ടൊരു പോയമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോളിറ്റ്യൂഡ്, ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻ തോട്ട് ഫോക്സ്. ഈ പോയത്തിനകത്ത് സോളിറ്റ്യൂഡ്, ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി എന്നിവ തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിട്ടുള്ളത്. സോളിറ്റ്യൂഡ് ഈസ് എവിഡൻറ്റ് ഇൻ ദ സ്പീക്കേഴ്സ് സിറ്റിംഗ് അലോൺ ഇൻ ഹിസ് സ്റ്റഡി ക്രിയേറ്റിംഗ് എ കണ്ടക്റ്റീവ് എൻവയോൺമെൻറ്റ് ഫോർ ക്രിയേറ്റിവിറ്റി. ഈ പോയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആദ്യ സ്റ്റാൻസിൽ നമുക്ക് സോളിറ്റ്യൂഡ് കാണാൻ വേണ്ടി കഴിയും. പോയറ്റ് ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, ഒരു ക്ലോക്ക് ടിക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പോയറ്റ് പറയുന്നുണ്ടായിരുന്നു. ഇനി ഇതാണ് ഒരു കണ്ടക്റ്റീവ് എൻവയോൺമെൻ്റ് ആയിട്ട് വരുന്നത്. നമുക്കറിയാം ഈ ക്രിയേറ്റിവിറ്റിയുമായിട്ട് നമ്മൾ ചേർത്ത് വയ്ക്കുന്ന ഒരു കാര്യമാണ് സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ചിട്ട് എഴുതാനുള്ളൊരു അവസ്ഥയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇമാജിനേഷൻ ഈസ് സ്പാർക്ക്ഡ് ബൈ ദ ഫോക്സസ് മൂവ്മെൻറ്റ് സിംബലൈസിങ് ദി ഇമാജിനേറ്റീവ് പ്രോസസ്സ്. ഇപ്പോഴാണ് പോയിട്ട് ഒരു ഫോക്സ് പുറത്തുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇമാജിനേറ്റീവ് പ്രോസസ്സ് ആരംഭിക്കുന്നത്. ഇനി ആ ഫോക്സ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ്റെ സിമ്പലായിട്ടും വരുന്നത്. ദ തോട്ട് ഫോക്സ് റെപ്രസെൻറ്റ്സ് ദ ലിങ്ക് ബിറ്റ്വീൻ സോളിറ്റ്യൂഡ്, ഇമാജിനേഷൻ ആൻഡ് ദ ക്രിയേറ്റീവ് ആക്ട്. ഇനി ഈ ഫോക്സ് ആണ് ഇതിൽ സോളിറ്റ്യൂഡ്, ഏകാന്തതയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും തമ്മിലുള്ള ഒരു ലിങ്കായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ദ പോയിറ്റ് എംഫസൈസസ് ദ ഇൻ്റർപ്ലേ ഓഫ് ദീസ് എലിമെൻറ്റ്സ് ഇൻ ദ ബെർത്ത് ഓഫ് എ പോയം. പോയിറ്റ് ഈ കവിതയിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് ഈ സോളിറ്റ്യൂഡിൻ്റെയും ഇമാജിനേഷൻ്റെയും എല്ലാം പ്രാധാന്യം ഒരു കവിത എഴുതുന്നതിനകത്ത് എന്താണ് എന്നുള്ളതാണ്. ആ രീതിയിൽ നമുക്ക് ഈ പോയത്തിനകത്ത് സോളിറ്റ്യൂഡ്, ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി എന്നിവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടി കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഈ പോയത്തിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിൻറ്റ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.